ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് വെൽക്കം. എൻ്റെ മറ്റുള്ള വീഡിയോ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും വളരെ നന്ദി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് നെഗറ്റിവിറ്റി നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് നമ്മളെ സ്വപ്നങ്ങൾ നേടാൻ നെഗറ്റിവിറ്റി നമ്മൾ കംപ്ലീറ്റായി ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്. നിങ്ങൾക്കറിയോ, നമ്മുടെ റിയാലിറ്റിയിലെ നമ്മളുടെ യാഥാർത്ഥ്യം, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ റിയാലിറ്റി ഒരു കണ്ണാടി പോലെയാണ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ മിറർ. ആ കണ്ണാടിയോടുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ് നമ്മളുടെ റിയാലിറ്റി ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ആ മിറർ നോക്കി നിങ്ങൾ പറയാണ്, ഓ, ഞാനൊരു നിർഭാഗ്യവാനാണ്, എൻ്റെ കയ്യിൽ പൈസയില്ല, എനിക്കൊരു ഭാഗ്യമില്ല. അപ്പോൾ എന്താണ് ആ മിറർ ചെയ്യുക? ആ മിറർ എന്താണോ നിങ്ങൾ ആ മിററിനെ നോക്കി പറയുന്നത്, അത് തിരിച്ച് നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യൂ. ജസ്റ്റ് ലൈക്ക് എ നോർമൽ മിറർ, റൈറ്റ്? നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്ത് തരും. അപ്പം മിറർ നിങ്ങളോട് പറയും, യാ, നിങ്ങൾ നിർഭാഗ്യവാനാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു പൈസയില്ല, നിങ്ങൾക്കൊരു ഭാഗ്യമില്ല. യെസ്, ദാറ്റ്സ് വാട്ട് യു ആർ സേയിങ്. യാ, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. അതേസമയം നിങ്ങൾ മിറർ നോക്കി പറയുന്നത്, ഞാൻ വളരെ ഭാഗ്യവാനാണ്, ഞാൻ വെൽത്തിയാണ്, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, ഇതൊക്കെയാണെങ്കിലോ ഓഫ് കോഴ്സ് ദ മിറർ റിഫ്ലക്റ്റ് ബാക്ക് ദ സെയിം ഐഡിയ ടു യു. മിറർ എന്നുദ്ദേശിക്കുന്നത് നമ്മളെ കണ്ണാടി, ഫിസിക്കൽ കണ്ണാടി അല്ല കേട്ടോ, അത് നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ടേ. ഇതെല്ലാം പറയാൻ വളരെ എളുപ്പമാണ് അല്ലേ? അതായത് എപ്പോഴും പോസിറ്റീവായി നിൽക്കുക, വാട്ട് എവർ ദ ലൈഫ് ത്രോസ് അറ്റ് യു, പോസിറ്റീവായി നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് വിപരീതമായി കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് നെഗറ്റീവായി തിങ്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും അല്ലേ? പക്ഷേ ഇതിന് ചെറിയൊരു ട്രിക്കുണ്ട്. എന്താണ് ട്രിക്ക് എന്നറിയോ? മോസ്റ്റ് ഓഫ് ദ ടൈമും നമ്മൾ വളരെ എന്താ പറയുക, നമുക്കൊരു ഫിക്സ്ഡ് ഐഡിയ ഉണ്ടാവും. അതായത് കാര്യങ്ങൾ ഈ വഴിക്ക് നീങ്ങണം, കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ആ കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ നടക്കണം. ഇങ്ങനെയുള്ള ഒരു റിജിഡായിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു എക്സ്പെക്റ്റേഷൻ്റെ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവും. ആ കൺട്രോൾ ചെയ്യാനുള്ള നമ്മളുടെ ആ ഒരു ത്വരയില്ലേ, ആ കൺട്രോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ കൺട്രോളില്ല. നമുക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് ഭയം, അല്ലെങ്കിൽ നമുക്ക് ആങ്സൈറ്റി ഒരു നെർവസ്നെസ് ഫീൽ ചെയ്യുന്ന ആ കൺട്രോൾ ചെയ്യാനുള്ള നമ്മളെ ആ ത്വര, അതാണ് നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത്. വി നീഡ് ടു ലേൺ ഹൗ ടു ലെറ്റ് ഗോ ഓഫ് ദ ഫീലിംഗ് ടു കൺട്രോൾ എവറിത്തിങ്, എവറി ഔട്ട്കം, എവറി പാർട്ട് ഓഫ് അവർ ലൈഫ് നമുക്ക് കൺട്രോൾ ചെയ്യണം. ആ ടെൻഡൻസി നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. നമുക്ക് എന്താണ് ഫെയ്ത്ത് വേണ്ടത്? നമുക്ക് ഫെയ്ത്ത് വേണ്ടത് നമ്മളെക്കാളും വലിയൊരു പവർ ഉണ്ട്. ദാറ്റ് ഈസ് യൂണിവേഴ്സ്, ഗോഡ്, വാട്ട് എവർ, റൈറ്റ്? ആ പവറിൽ നമുക്ക് ഫെയ്ത്ത് ഉണ്ടാവുമ്പോൾ, നമ്മൾക്ക് വിശ്വാസം ഉണ്ടാവുമ്പോൾ, എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് എന്തുണ്ടാവും? നമ്മളെ സംരക്ഷിക്കുന്ന വലിയൊരു പവറുണ്ട്. ആ പവറിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ പവർ ഇനി ഒരിക്കലും കൈവിടില്ല. അപ്പം ആ പ്ലാനാണ് നടക്കുന്നത്. സോ ഞാൻ ആ പ്ലാനിൽ വിശ്വസിക്കുന്നു, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. സോ I am not going to feel any kind of tension or fear of controlling or fear of outcome or anything, because you have this immense faith in the higher power. Sometimes നമ്മളെ വിസിബിളി നമുക്ക് നല്ലതല്ല, നിർഭാഗ്യം എന്നൊക്കെ തോന്നിയ സംഭവങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഒക്കെ നമ്മളെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവുക വേറെ എന്തോ നല്ല കാര്യം വരാനുള്ള ഒരു സ്പേസ് നമ്മളെ ലൈഫിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും വേറെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ ഈ ഒരു ആഗ്രഹത്തിൽ, ഈ ഒരു ഔട്ട്കമത്തിൽ വളരെ റിജിഡായിട്ട് കൺട്രോൾ ചെയ്യാൻ നിൽക്കുമ്പോൾ അത് ഗോ റോങ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹയർ പവറിൽ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഡിപ്രസ്ഡ് ആവും. പക്ഷേ വെൻ തിങ്സ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ് ദാറ്റ് യു ഡോണ്ട് ലൈക്ക്, നിങ്ങളുടെ ആ ഹയർ പവറിലും ഈ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിലും നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങളെ ബാക്കപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത്
വിചാരിക്കാൻ പറ്റും whatever things didn't work out, whatever things that go wrong in my life has a purpose, because something good than this is coming, or whatever didn't really work out is good for me. So next time നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോസ് ചെയ്തിട്ട് വാട്ടെവർ ഇറ്റ് ഈസ്, ഹൗ ബാഡ് ഇറ്റ് സീംസ് ലൈക്ക്, ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ്, ജസ്റ്റ് യു നീഡ് ടു പോസ് ആൻഡ് തിങ്ക്. ഞാൻ എൻ്റെ ലൈഫ് പ്രോസസ്സിൽ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് 100% ഉറപ്പാണ് ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇനി ഒരിക്കലും കൈവിടില്ല. ഇതും എൻ്റെ ഗ്രോത്തിൻ്റെ, എൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് വന്നതാണ്. ഞാൻ ആ പ്രോസസ്സിൽ വിശ്വസിക്കുന്നു. അതുകൂടാതെ നിങ്ങൾ പറയണം, നിങ്ങളെപ്പോഴും ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ശരിയായ ആളുകളുടെ കൂടെ നിങ്ങൾ എല്ലായ്പ്പോഴും എത്തിച്ചേരുന്നുള്ള കാര്യം. അതായത് the right things will happen at the right time, and you will be at the right place with the right people doing right things, and you have immense trust on universe. So ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാര്യം. സോ എന്ത് തന്നെ സംഭവിച്ചാലും, എത്ര വേദനാജനകമാണെങ്കിലും, ഒന്ന് റിമെമ്പർ ചെയ്യുക, സംതിങ് ഗ്രേറ്റർ ഗുഡ് ഈസ് കമ്മിങ്. Have faith, have trust, and believe in your dreams, and believe in yourself, and believe in the universe. അപ്പോൾ ഈ വീഡിയോ നല്ലതല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല യൂസ്ഫുൾ കണ്ടൻറ്റുമായി ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും നല്ലൊരു ദിവസം. ബൈ നൗ.